കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയുടെ ചുറ്റുമതിൽ 100 അടി താഴ്ചയിലേക്ക് ഇടിഞ്ഞു വീണതിനെ തുടർന്ന് സമീപത്തെ 10ഓളം കുടുംബങ്ങൾ ഭീതിയിലായി. വ്യാഴാഴ്ച പുലർച്ചെ പെയ്ത കനത്ത മഴയിലാണ് മതിലിടിഞ്ഞു വീണത്. സമീപത്തെ 4 വീടുകൾക്ക് നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. അശ്വതി ഭവനിൽ സുരേഷിന്റെ വീടിന്റെ മതിൽ പൂർണ്ണമായും തകർന്നു. 35 വർഷത്തോളം പഴക്കമുണ്ടായിരുന്ന മതിലാണ് താലൂക്ക് ആശുപത്രിയുടേത്. മതിലിന്റെ ശോചനീയാവസ്ഥ നാട്ടുകാർ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളെയും ആശുപത്രി അധികൃതരെയും അറിയിച്ചിരുന്നുവത്രേ. തകർന്ന മതിലിന്റെ വീഴാത്ത ഭാഗങ്ങളും ഉടൻ നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ്. മതിൽ വീണ് ഈ ഭാഗത്തേക്കുള്ള നടവഴിയും തകർന്നു. സംഭവത്തെ തുടർന്ന് ജില്ലാ കളക്ടർ ബി മോഹനൻ സ്ഥലം സന്ദർശിച്ചു. കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന അടിയന്തര യോഗത്തിൽ ചുറ്റുമതിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനർനിർമ്മിക്കാൻ തീരുമാനമായിട്ടുണ്ട്. ഭീതിയിൽ കഴിയുന്ന കുടുംബങ്ങളെ ഉടൻ ഇവിടെ നിന്ന് ബന്ധുവീടുകളിലേക്കോ സർക്കാർ ക്യാമ്പുകളിലേക്കോ മാറ്റുമെന്നും കളക്ടർ അറിയിച്ചു. താൽക്കാലികമായി മണൽചാക്കുകൾ അടുക്കി തകർന്ന ഭാഗം ബലപ്പെടുത്തും. PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം പരിശോധിച്ച് കോൺക്രീറ്റ് ചെയ്ത് സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കുമ്പോൾ യാത്രാ സൌകര്യം നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ കാര്യം കൂടി പരിഗണിച്ച് നടപടിയെടുക്കാൻ ജനപ്രതിനിധികൾ കൂട്ടായി പരിശ്രമിക്കണമെന്ന് കളക്ടർ പറഞ്ഞു. ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി ഉടനെ പണി തുടങ്ങുന്ന രീതിയിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യം കൊണ്ടാണ് അവിടെ ആളുകൾക്കൊന്നും സംഭവിക്കാതിരുന്നത്. ആ ബിൽഡിംഗ് പ്രൊട്ടക്ട് ചെയ്യണം. അത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അവരുടെ ജീവന സംരക്ഷണം കൊടുക്കണം. 12 ദിവസത്തേക്ക് അവിടെ താമസിക്കുന്ന താഴെയുള്ള വീട്ടുകാരെ ഒന്നുകിൽ അവരുടെ വീടുകളിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് സൗകര്യം കൊടുക്കണം, മാറി താമസിക്കണം. Because their life is as important as anything and everything. അത് ബഹുമാനപ്പെട്ട MLA പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്ന അനുസരിച്ചുള്ള കാര്യങ്ങൾ. അഡ്വക്കേറ്റ് പി ആയിഷ പോറ്റി MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈല സലിംലാൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജേക്കബ് വർഗീസ് വടക്കടത്ത്, തഹസിൽദാർ കെ സോമസുന്ദരൻപിള്ള, ജില്ലാ പഞ്ചായത്ത് അംഗം പാത്തൽ രാഘവൻ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് പ്രീതി ജെയിംസ്, RDO ജയപ്രകാശ്, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലീല S എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.